ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 2023 നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ അധികം സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ഈ കൊടുത്തിരിക്കുന്നതിൽ രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം എന്നുള്ളത് ആ ലക്ഷ്യങ്ങളിൽ പെടാത്തതാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്? 2013 മാർച്ച് 31 കേട്ടോ. 2013 മാർച്ച് 31, ഓപ്ഷൻ സി ആൻസർ. മൂന്നാമത്തെ ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ഡി ആൻസർ. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ദയാക്ക്, അതേപോലെ തന്നെ ത്വാറക്ക് കേട്ടോ. ദയാക്ക്, ത്വാറക്ക്, ഇതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ. 2ഉം 4ഉം കേട്ടോ. 2ഉം 4ഉം. അഞ്ചാമത്തെ ചോദ്യം, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തിയാരാണ്? കൈലാഷ് സത്യാർത്ഥി കേട്ടോ. കൈലാഷ് സത്യാർത്ഥിയാണ്. ആറാമത്തെ ചോദ്യം, മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഏതാണ്? ഓപ്ഷൻ ബി പുറനാനൂറ് കേട്ടോ. ഓപ്ഷൻ ബി പുറനാനൂറ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏതാണ്? മൂലധനം കേട്ടോ. ഓപ്ഷൻ എ മൂലധനം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏതാണ്? ഓപ്ഷൻ എ മൂലധനം. എട്ടാമത്തെ ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? കിലിയൻ എംബാപ്പെ കേട്ടോ. എംബാപ്പയ്ക്കാണ് കിട്ടിയത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യം, 2013 ഒടുവിൽ സൗരയുധത്തിൽ എത്തിയ വാൽ നക്ഷത്രം ഏത്? ഐസൺ കേട്ടോ. ഐസൺ, ഓപ്ഷൻ എ ഐസൺ ആണ്. പത്താമത്തെ ചോദ്യം, മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏത്? ഓപ്ഷൻ ബി പാർമ കേട്ടോ. പാർമ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? പാർമ. 11ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത് കേട്ടോ. അക്ഷാംശ രേഖയാണ് 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രി കേട്ടോ. ഓപ്ഷൻ എ 30 ഡിഗ്രിയാണ്. 14ാമത്തെ ചോദ്യം, ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? കരേവ കേട്ടോ. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ, ഓപ്ഷൻ ബി. 15ാമത്തെ ചോദ്യം, കൃഷി അധിഷ്ഠിത വ്യവസായം എഴുതി കൊടുത്തിരിക്കുന്നതിൽ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പഞ്ചസാര വ്യവസായമാണ് കേട്ടോ. പഞ്ചസാര വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം? ഓപ്ഷൻ ബി വിശാഖപട്ടണം കേട്ടോ. വിശാഖപട്ടണം. 17ാമത്തെ ചോദ്യം, ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻ ഡി ഷിപ്കില ചുരം കേട്ടോ. ഓപ്ഷൻ ഡി ഷിപ്കില ചുരം. 18ാമത്തെ ചോദ്യം, ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്? ഓപ്ഷൻ സി കൽക്കരി കേട്ടോ. ഓപ്ഷൻ സി കൽക്കരി. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇതിൽ 1, 2 എന്നിവ മാത്രമാണ് ശരി കേട്ടോ. 1, 2, ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. മൂന്നാമത്തത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 20ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്?
1986 കേട്ടോ, 1986. 21-ാമത്തെ ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ ആരാണ്? രമാഭായ് കേട്ടോ, രമാഭായ്. ഓപ്ഷൻ എ ആണ് ആൻസർ, രമാഭായ്. 22-ാമത്തെ ചോദ്യം, തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? അഹമ്മദാബാദ് സത്യാഗ്രഹം കേട്ടോ, അഹമ്മദാബാദ് മിൽ സമരം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 23-ാമത്തെ ചോദ്യം, ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഓപ്ഷൻ ബി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കേട്ടോ. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ തിരികെ നൽകിയതെന്നാണ് കേട്ടോ. തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 24-ാമത്തെ ചോദ്യം, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗെയ്ഡിൻല്യൂനാണ് കേട്ടോ, റാണി ഗെയ്ഡിൻല്യൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. 25-ാമത്തെ ചോദ്യം, ചൗരി ചൗര സംഭവം നടന്ന വർഷം എന്നാണ്? 1922 കേട്ടോ, 22. 26-ാമത്തെ ചോദ്യം, 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി, ഫസൽ അലി കേട്ടോ, ഫസൽ അലിയാണ്. 27-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് എന്നാണ്? ലാഹോർ സമ്മേളനമാണ് കേട്ടോ. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനമാണ് INCയുടെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 28-ാമത്തെ ചോദ്യം, 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? ആചാര്യ വിനോബ ഭാവേനാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 29-ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീരവനിത ആരാ? അരുണ അസഫ് അലി കേട്ടോ, അരുണ അസഫ് അലിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ചോദിച്ചാൽ ജയപ്രകാശ് നാരായണാണ്. 30-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? നമുക്കറിയാം, രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? CK ലക്ഷ്മണൻ. ഓപ്ഷൻ ബി, CK ലക്ഷ്മണനാണ്. 32-ാമത്തെ ചോദ്യം, കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ കേട്ടോ. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 33-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല? ആലപ്പുഴ. നമുക്കറിയാം, ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ് കേട്ടോ. ഓപ്ഷൻ സി, ഇടുക്കി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആലപ്പുഴ, കോട്ടയം, എറണാകുളം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 36-ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? 2695 മീറ്റർ കേട്ടോ, 2695 മീറ്ററാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 37-ാമത്തെ ചോദ്യം, കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? 14 കേട്ടോ, 14 ഓപ്ഷൻ ബി ആണ് ആൻസർ. 38-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ ഏത് വർഷമാണ്? 2005 കേട്ടോ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? 2005. 39-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ഓപ്ഷൻ ബി, ജൂൺ ടു സെപ്റ്റംബർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 40-ാമത്തെ ചോദ്യം, കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷമെന്ന്? ഓപ്ഷൻ സി, 1994. ഇനിയും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത്. കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷമെന്നാണ്? 1994. 41-ാമത്തെ ചോദ്യം, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരം ചോദിച്ചിട്ടൊരു ചോദ്യമാണ്. ഈ അടുത്തത് 41-ാമത്, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ സി ആണ് ആൻസർ. 42-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ, ഒറ്റപ്പാലം. എവിടെയാണ്? ഒറ്റപ്പാലത്താണ്.
43-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം കേട്ടോ വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. 44-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാ? പ്രേംജി കേട്ടോ, പ്രേംജി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 45-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, മലയാളി മെമ്മോറിയൽ. 46-ാമത്തെ ചോദ്യം, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കുമാരഗുരുദേവൻ കേട്ടോ, കുമാരഗുരുദേവൻ. 47-ാമത്തെ ചോദ്യം, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ പയ്യന്നൂർ കേട്ടോ, പയ്യന്നൂർ. 48-ാമത്തെ ചോദ്യം, 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യൻകാളി കേട്ടോ, ഓപ്ഷൻ സി അയ്യൻകാളി. 49-ാമത്തെ ചോദ്യം, കയ്യൂർ സമരം നടന്ന വർഷം? 1941 മാർച്ച് 28. 50-ാമത്തെ ചോദ്യം, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? എ കെ ഗോപാലൻ നമുക്കറിയാം. 51 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തത് ഏത്? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം കേട്ടോ, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. 52-ാമത്തെ ചോദ്യം, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ കേട്ടോ, മാഡം ഭിക്കാജി കാമ. 53-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ്? ഇവിടെ ആൻസർ കൊടുത്തത് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ഇവർക്കാകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ആൻസർ കേട്ടോ. 54-ാമത്തെ ചോദ്യം, ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമയായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കൊടുത്തേക്കുന്നതിൽ ഓപ്ഷൻ സി പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസറേ. 55-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള കേട്ടോ, ഓപ്ഷൻ ഡി വജാഹത്ത് ഹബീബുള്ള. 56-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം കേട്ടോ, ഓപ്ഷൻ എ ആനന്ദമഠം. 57-ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? 16-ാം വകുപ്പാണ് കേട്ടോ, ആർട്ടിക്കിൾ 16-ലാണ് അവസര സമത്വം പറയുന്നത്. 58-ാമത്തെ ചോദ്യം, അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന് 1950 ജനുവരി 26 കേട്ടോ, 50 ജനുവരി 26. 59-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബംഗാളി, ഓപ്ഷൻ ഡി ബംഗാളി. 60-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഏതൊക്കെയാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ 2ഉം 4 കേട്ടോ, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. അതേപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ്. ഇത് രണ്ടുമാണ് ശരിയായത് കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. 61-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ഓപ്ഷൻ ബി കോമ്പല്ല് കേട്ടോ, കോമ്പല്ല്. 62 ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതാണ്? വൃക്ക കേട്ടോ, വൃക്കയാണ്. 63-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം സി കേട്ടോ, ഓപ്ഷൻ എ ജീവകം സി. 64-ാമത്തെ ചോദ്യം, കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉഷസ് കേട്ടോ, ഉഷസ്. 65-ാമത്തെ ചോദ്യം, തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയ കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ കേട്ടോ, ഓപ്ഷൻ ബി ബാക്ടീരിയയാണ്. 66-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം പച്ചമുളക് ഉജ്ജ്വല കേട്ടോ, ഓപ്ഷൻ എ ഉജ്ജ്വല. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ട് കേട്ടോ, ഓപ്ഷൻ ബി തണ്ട്.
68ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമേത്? കോന്നി കേട്ടോ, ഓപ്ഷൻ എ കോന്നി. 69, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മേത്ത പട്കർ കേട്ടോ. 70ാമത്തെ ചോദ്യം, ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. 71ാമത്തെ ചോദ്യം, ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? അമോണിയം ക്ലോറൈഡ് കേട്ടോ, അമോണിയം ക്ലോറൈഡാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. 72ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഓക്സിജൻ കേട്ടോ, ഓപ്ഷൻ ഡി ഓക്സിജൻ. 73ാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക? ഓപ്ഷൻ എ തന്മാത്ര കേട്ടോ, തന്മാത്ര. 74ാമത്തെ ചോദ്യം, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? കാൽഷ്യം കാർബണേറ്റ് കേട്ടോ, കാൽഷ്യം കാർബണേറ്റ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 75ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? ഏതൊക്കെയാണ്? ഹൈഡ്രജനും കാർബണും കേട്ടോ, 1ഉം 2ഉമാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 76ാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുമപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത്? മഞ്ഞ കേട്ടോ, ഓപ്ഷൻ ബി മഞ്ഞ. 77ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സമ്പർക്ക ബലം ഏത്? കർഷണബലം കേട്ടോ, ഓപ്ഷൻ സി കർഷണബലം. 78ാമത്തെ ചോദ്യം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഓപ്ഷൻ എ ബുധൻ കേട്ടോ, ബുധനാണേ. 79ാമത്തെ ചോദ്യം, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം കേട്ടോ, ഓപ്ഷൻ സി വികിരണം. 80ാമത്തെ ചോദ്യം, ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ഏതാണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിൻ്റെ ഭാരം 0 ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ.